എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ പ്രധാന കാരണം നമുക്കറിയാം, നമ്മുടെ ന്യൂസ് ചാനലിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ അടക്കം പല മുഖ്യധാരാ മാധ്യമങ്ങളിലും വന്നൊരു പ്രശ്നമായിരുന്നു. അനന്തു എന്ന് പറയുന്ന ഒരാൾ തട്ടിപ്പ് ചെയ്ത ഒരു പ്രതി. അപ്പോൾ അവൻ ചെയ്തതെന്ന് പറഞ്ഞാൽ പാതി വിലയ്ക്ക് വാഹനങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വാഗ്ദാനം കൊടുത്തിട്ട് അത് കൊടുക്കുകയോ അല്ലെങ്കിൽ കൊടുത്തതിന് ശേഷം അത് കംപ്ലൈൻ്റ് ആവുകയോ ചെയ്യുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നീട് വന്നത് ഈ അനന്തു എന്ന് പറയുന്ന ആൾക്ക് സർക്കാരിൽ പല ആളുകളുമായിട്ടും ബന്ധമുണ്ട്, ഉന്നതരുമായിട്ട് ബന്ധമുണ്ടെന്നും പണമിടപാടുകളടക്കം പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നുമാണ്. അങ്ങനെ പറഞ്ഞ് അവസാനം മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന പ്രവർത്തകന്റെ മുകളിലേക്ക് കൊണ്ടിടുകയാണ് ചെയ്തത്. അങ്ങനെ ഇട്ട സമയത്ത് വന്നൊരു ചെറിയൊരു കാര്യം ഈ റിപ്പോർട്ടർ ചാനലിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇത് മാത്യു കുഴൽനാടൻ പൈസ മേടിച്ചു എന്ന പേരിൽ വ്യാജേന ഒരു കഥയുണ്ടാക്കിക്കൊണ്ട് റിപ്പോർട്ടർ ചാനലിന്റെ റേറ്റിംഗ് കൂട്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. ഇപ്പം ന്യൂസ് 18 കണ്ടൊരു ന്യൂസാണ്. ഇപ്പം ഏറ്റവും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ന്യൂസ് 18 എന്ന് പറയുന്നൊരു ചാനലായി മാറിയിരിക്കുകയാണ്. കാരണം ഞാനും ഇപ്പോൾ അത് തന്നെയാണ് കൂടുതൽ റെഫർ ചെയ്യാറുള്ളത്. ഇപ്പൊ റിപ്പോർട്ടർ ചാനൽ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മേലെ കരിവാരി തേക്കാനായിട്ട് ഈ മൊട്ട അരുൺ എന്ന് പറയുന്നവൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ പല കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രവൃത്തിക്കെതിരെ നമ്മുടെ മാത്യു കുഴൽനാടൻ കൊടുത്തൊരു മറുപടിയാണ് ഞാനിപ്പോൾ ഇവിടെ പ്ലേ ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊന്ന് കേട്ട് നോക്കും. ഒരു 4-5 മിനിറ്റോളം വരുന്നുണ്ട്. അതിൻ്റെ ഫുൾ ലെങ്ത് വീഡിയോ എടുക്കുകയാണെങ്കിൽ 10-15 മിനിറ്റിന് മേളിൽ, 20 മിനിറ്റിന് മേളിലുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് 5 മിനിറ്റ് ആക്കിയിരിക്കുന്നതാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. മാത്യു കുഴൽനാടൻ റിപ്പോർട്ടർ ചാനലിലെ അരുണിന് കൊടുത്ത മറുപടി. ഇങ്ങനെ ആയിരിക്കണം ഓരോരുത്തരും ഓരോ മറുപടി കൊടുക്കുക എന്നുള്ളത് നമുക്കിത് കേൾക്കുമ്പോൾ മനസ്സിലായി. എന്ത് വ്യക്തമായ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? ഒരു വ്യക്തിയെ പറ്റി ആവശ്യമില്ലാത്ത കാര്യം, അത് പുള്ളി പറഞ്ഞ കറക്റ്റാണ്. അതായത് ഒരു കമ്പ് എടുത്ത് കയ്യിൽ പിടിച്ച ഒരു ID കാർഡും തൂക്കിയിട്ടൊരു ജാക്കറ്റും എടുത്തിട്ടിട്ട് റിപ്പോർട്ടറാണെന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരെക്കാളും ത്വരയാണ്, അല്ലെങ്കിൽ പോലീസുകാർ പോലും ചെയ്യാത്ത പല കാര്യങ്ങളാണ് ഇവർ ചെയ്യാനായിട്ട് പോകുന്നത്. നല്ലത് ചെയ്യുന്നോണ്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഒരു കുന്തവും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു വടിയും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പോയി എന്ത് തോന്നിയവസം കാണിക്കാമെന്ന് പറയുന്ന ഒരു നിലപാടിനോട് എതിർത്ത് തന്നെ സംസാരിക്കണം. അത് ഇദ്ദേഹം പറഞ്ഞ നിലപാടുകൾ അതിൽ വ്യക്തമാണ്. ഞാനപ്പോൾ ആ ഒരു വീഡിയോ ഈ സൈഡിൽ പ്ലേ ചെയ്യുന്ന കണ്ടു നോക്കുക. ഞാൻ തിരിച്ചു വിളിച്ചപ്പോ റിപ്പോർട്ടർ ചാനലിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഒരു പ്രതികരണം ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ കണക്ട് ചെയ്യാൻ പറഞ്ഞപ്പോ റിപ്പോർട്ടറിന്റെ ആങ്കർ അരുണായിരുന്നു. അരുണാണ് ചോദ്യങ്ങൾ ചോദിച്ചത്. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, ഈ വാഹന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതി അനന്തു കൃഷ്ണൻ മാത്യു കുഴൽനാടന് 7 ലക്ഷം രൂപ നൽകിയെന്നൊരു മൊഴി ഇങ്ങനെയുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങളുടെ പ്രതികരണം എന്താണെന്ന് ചോദിച്ചു. വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഒരു പൊതുപ്രവർത്തകനോടോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനോടോ, ഈവൻ ഒരു ലേമാൻ സാധാരണക്കാരനോടോ ചോദിക്കുന്നതിന് ഒരു ഫൗണ്ടേഷൻ കാണുമല്ലോ. എന്താണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അങ്ങനെ ചോദിച്ചത്? അപ്പൊ പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ പോലീസിലെ മൊഴി, അയാൾ മൊഴി കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് പറഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു, പോലീസിലെ മൊഴി നിങ്ങൾ കൺഫേം ചെയ്തതാണോ? പോലീസിലെ മൊഴിയുണ്ട്. അപ്പൊ ഞങ്ങൾ റിപ്പോർട്ടർ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ റിപ്പോർട്ടർ മൊഴി കണ്ടോ? ഇതൊരു റെക്കോർഡഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് ഞാൻ ചോദിക്കുകയാണ്. അപ്പോ അരുൺ പറഞ്ഞു, റെക്കോർഡഡ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, സ്വാഭാവികമാണല്ലോ, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങളുടെ റിപ്പോർട്ടർ അത് ആ നിലയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. ഞാൻ ഒരു കാര്യം, ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു സുതാര്യമായിട്ടുള്ള അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള ഒരു പൊതുപ്രവർത്തനത്തെ നിങ്ങളുടെ ഇന്റഗ്രിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ എത്തിക്സ്, മിനിമം എത്തിക്സ് നിങ്ങൾ കാണിക്കും എന്നതുകൊണ്ടാണ് നമ്മളെ എതിർക്കുന്ന, നമ്മളെ വിമർശിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നമ്മൾ ആ രീതിയിൽ റെസ്പെക്ട് ചെയ്യണം. പക്ഷേ ഒരു ബേസും ഇല്ലാതെ അന്തരീക്ഷത്തില് ഇങ്ങനെ ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ റിപ്പോർട്ടർ ചാനൽ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു, ആർക്കു വേണ്ടി ഇത് ചെയ്യുന്നു? ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയുള്ളവർ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ക്രെഡിബിലിറ്റി അല്ല അഫക്റ്റഡ് ആവുന്നത്. യു ജസ്റ്റ് ടേക്ക് ഇറ്റ് ഫ്രം മീ, ദ എൻറ്റയർ മീഡിയ ഈസ് ഗെറ്റിംഗ് അഫക്റ്റഡ്. എന്നെ പോലെ ആൾക്ക് പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഈ മൈക്കും നിങ്ങളുടെ കയ്യിൽ ജേർണലിസ്റ്റിന്റെ ടാഗും ഉണ്ട് എന്നതുകൊണ്ട് യു ക്യാൻ ഡു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം, നോ പ്രോബ്ലം. പക്ഷേ ഒരു ചാനലിലോ ഒരു പത്രപ്രവർത്തകന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ അവസാനിപ്പിക്കണം. നികേഷിന്റെ വഴിയെ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അന്തസ്സായിട്ട് ആണുങ്ങളെ പോലെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു വരണം. അതല്ലാതെ ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി വിടുപണി ചെയ്യാനുള്ള ഒരു ജോലിയായി പത്രപ്രവർത്തനത്തെ ദയവ് ചെയ്ത് കാണരുത്. ഈ വൈകുന്നേരം നിങ്ങൾ കോട്ട് സൂട്ട് വിട്ട് വന്നിരുന്ന് ഈ വൈകുന്നേരം പറയണ കാര്യങ്ങൾ ഈ സാധാരണ ആളുകൾ, വീട്ടമ്മമാര്, സാധാരണക്കാര്, ജനങ്ങള് വിശ്വസിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ അണിയുന്ന മേലങ്കി അതായതുകൊണ്ടാണ്.
നിങ്ങളുടെ കോട്ടിന്റെ സൂട്ടിന്റെ ഗുണം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്ലാമർ കണ്ടിട്ടല്ല. നിങ്ങളൊരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഇരുന്നാണ് ഇത് പറയുന്നത്. ഞാൻ ഇന്ന് ബാക്കിയുള്ള മീഡിയാസിനോട് എന്റെ ഒരു ഏണസ്റ്റ് റിക്വസ്റ്റ്, എത്രയോ പേര് നിങ്ങൾ ഇതിന്റെ പേരിൽ നിങ്ങളുടെ അസംഷൻസും പ്രസംഷൻസിന്റെയും നിങ്ങളുടെ താല്പര്യങ്ങളുടെ പേരിലാണ്. ഇറ്റ്സ് യുവർ ഇൻട്രസ്റ്റ്. ഞാൻ പറയേണ്ടത് നിങ്ങൾ പറഞ്ഞ നിലവാരത്തിൽ പറയാനാണ്. എന്താ പറയേണ്ടതെന്നറിയോ? യു ആർ പെയ്ഡ് ഫോർ ഡൂയിങ് ദിസ് എന്ന് പറയേണ്ടതാണ്. ഞാൻ അദ്ദേഹം പരാമർശിച്ചിട്ടില്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റേറ്റീവ് സോഴ്സിൽ നിന്ന് എന്നോട് പറഞ്ഞിട്ടിരിക്കെ ഞങ്ങളുടെ റിപ്പോർട്ടർ മൊഴി കണ്ടു എന്ന് പറയുന്ന അരുണിന്റെ സ്റ്റേറ്റ്മെന്റ്, വാട്ട് ഈസ് യുവർ ക്രെഡിബിലിറ്റി? വാട്ട്സ് യുവർ ഇന്റഗ്രിറ്റി? നിങ്ങളുടെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് നാളെ രാഷ്ട്രീയത്തിൽ വരണമെങ്കിൽ വരാലോ. അതിന് ഈ മേലങ്കയാണെങ്കിൽ ഇതിനെ ഇതുപോലെ ദുരുപയോഗം ചെയ്തുകൊണ്ട് വേണോ? ഇറ്റ്സ് പത്തറ്റിക്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാനാണോ കള്ളം പറയുന്നത്? മാത്യു കുഴൽനാടനാണോ കള്ളം പറയുന്നത്? അത് റിപ്പോർട്ടർ ചാനലിലെ ആങ്കർ അരുണാണോ പൊതുജന സമൂഹത്തിൽ കള്ളം പറഞ്ഞതെന്ന് തെളിയിക്കാൻ ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞാൽ ഒരു കാര്യം പറയട്ടോ, കൈരളി ചാനൽ ഇതിലും മാന്യതയോടുകൂടെ പെരുമാറിയിട്ട് സത്യത്തിൽ. ഈവൻ CPM ഏരിയ സെക്രട്ടറി നടത്തിയ പത്രസമ്മേളനം അവര് പറഞ്ഞത് മാത്യു കുഴൽനാടൻ MLA-യും MP-യും ഇത് പ്രചരിപ്പിക്കാൻ പ്രേരകമായെന്ന് അവര് പറഞ്ഞോളൂ. അവർക്കൊരു മാന്യതയുണ്ട്. CPM നടത്തിയ പ്രതികരണം അവരെന്നെ രാഷ്ട്രീയ എതിരാളികളാണ് പറയാം. ഈ റിപ്പോർട്ട് ഒരു ചാനലിന്റെ പേരും ഒരു ഒരു ആങ്കറിന്റെ ഇതും വെച്ചുകൊണ്ട് ഇത്രയും മോശമായി. യുവർ ഇൻട്രസ്റ്റ് ഇസ് പൊളിറ്റിക്കൽ ഓർ യുവർ ഇൻട്രസ്റ്റ് ഇസ് സംതിങ് എൽസ്. യു ആർ നോട്ട് ഫോർ ട്രൂത്ത്. നിങ്ങൾ സത്യത്തിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ മാധ്യമ പ്രവർത്തനത്തെ ഇതുപോലെ ഡീഗ്രേഡ് ചെയ്യുന്ന പ്രവർത്തനം നിങ്ങൾ ഓരോരുത്തരും അത് എക്സ്പോസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളും അതേ ബ്രാക്കറ്റിൽ വരും, നോ ഡൗട്ട്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിൽ നിങ്ങൾക്ക് നാളെ നികേഷിന്റെ വഴി ഫോളോ ചെയ്യാൻ വേണ്ടി ഞങ്ങളെപ്പോലുള്ളവരുടെ ക്രെഡിബിലിറ്റിയും ഞങ്ങളെപ്പോലുള്ളവരുടെ ഇന്റഗ്രിറ്റിയും ഞങ്ങളെപ്പോലുള്ളവരുടെ പൊതുപ്രവർത്തനത്തിന്റെ സുതാര്യതയും സത്യസന്ധതയും ചോദ്യം ചെയ്യാൻ ആരെങ്കിലും നിങ്ങളെ ആ ജോലി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതും പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുത്. പക്ഷേ ഈ പണി രാഷ്ട്രീയം ചെയ്യേണ്ടത്, രാഷ്ട്രീയം നടത്തേണ്ടത് മാധ്യമത്തിലിരുന്നും ഈ മേലങ്കി ഇത് അയച്ചു വെച്ചിട്ട് അന്തസ്സായിട്ട് തെരുവിലിറങ്ങി പ്രവർത്തിക്കുന്നത്. ഇഫ് യു ഹാവ് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് യു ഡു ദാറ്റ്. ഹൂ സ്റ്റോപ്സ് യു? പക്ഷെ ഇതിന് ഈ മാധ്യമ പ്രവർത്തകന്റെ മേലങ്കി അണിഞ്ഞ് എല്ലാ മാധ്യമങ്ങളുടെയും വിശ്വാസ്യത തകർക്കുന്നത് പോലെ എന്തെങ്കിലും താല്പര്യങ്ങളുടെ പേരിൽ ഇതുപോലുള്ള വാർത്തകൾ കൊടുക്കരുത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ നിലപാടുകളും തുറന്നടിക്കുന്നുണ്ട്. അപ്പൊ എന്തിനാണ് ഈ പറയുന്ന അരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതുപോലൊരു മേലങ്കി അണിഞ്ഞുകൊണ്ട് വന്നിരുന്നിട്ട് ഇങ്ങനെ ഒരാളെ കരിവാരി തേക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത്? എന്തെങ്കിലും എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്കത് റിപ്പോർട്ട് ചെയ്യണം. അത് ആരുടെ എന്ത് പ്രശ്നമാണെങ്കിലും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. റിപ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്കത് വേണേൽ അടുത്തൊരു ന്യൂസായിട്ട് കൊടുക്കാം. അങ്ങനെ പറഞ്ഞത് തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം എന്നുള്ളൊരു വിചാരം, ആ റേറ്റിംഗിന്റെ ഒരു തന്ത്രമാണ് ഈ പറയുന്ന അരുൺ എന്ന് പറയുന്നതും ഈ പറയുന്ന റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനലും കാണിക്കുന്നത്. ഇവരെ കാണിക്കുന്നത് ശുദ്ധ ചെറ്റത്തരമാണെന്നും പോകൃതരമാണെന്നും ഉള്ളത് നമുക്ക് പല വാർത്തകൾ കാണുമ്പോഴും അറിയാനായിട്ട് സാധിക്കും. ഇതുപോലൊരു വാർത്തയാണ് നമ്മുടെ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് നമ്മുടെ ട്രൂ TVയിലെ സൂരജ് ബാലക്കാരൻ്റെ അടുത്ത് പോസ്റ്റ് ചെയ്തത്. അതായത് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഈ പറയുന്ന ഒരു വാർത്തയുടെ മുകളിൽ കിടക്കുന്ന ഒരു അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ സ്പോൺസർ ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ടാഗ് കിടക്കുന്നത് ബോബി ചെമ്മണ്ണൂരിൻ്റെ ബോച്ച എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐക്കണാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ പരിപാടികൾ ചെയ്യുന്ന ഒരു ചാനലാണെന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാവുന്നതാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത്തരം ചെറ്റത്തരങ്ങൾ കാണിച്ചുകൊണ്ട് സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു വ്യക്തിയെ പറ്റി കരിവാരി തേക്കുന്ന രീതിയിൽ നിങ്ങൾ അവതരിപ്പിക്കരുത്. ചെയ്യുന്ന വളരെ വലിയൊരു തെറ്റാണെന്ന് അറിയിച്ചുകൊള്ളുകയാണ്.